ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് വി.എസിന്റെ ചികിത്സ പുരോഗമിക്കുന്നത്. ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസവും സാധാരണ നിലയിൽ കൊണ്ടുവരാനാണ് ശ്രമമെന്നും പുതിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ചന്തു, എന്തൊക്കെയാണ് പുതിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത്? ബിനിൽ, അല്പസമയം മുൻപാണ് പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ ഇപ്പോൾ പട്ടം SUT ആശുപത്രിയിൽ നിന്നും പുറത്തിറക്കിയിരിക്കുന്നത്. അതിനു മുൻപ് മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നിരുന്നു. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നതിന് ശേഷമാണ് ഇപ്പോൾ പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയത്. ആ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത് വി.എസിന്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള ആശങ്ക ഒഴിയുന്നില്ല എന്നത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം എങ്ങനെയായിരുന്നു ആ ഒരു സ്ഥിതിയിൽ മാറ്റമുണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ചികിത്സ പുരോഗമിക്കുന്നത്. പ്രത്യേകിച്ച് ശ്വാസോച്ഛ്വാസം, ഹൃദയത്തിന്റെ പ്രവർത്തനം ഇവ നിലനിർത്തുന്നതിന് ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായം തേടിയിട്ടുണ്ട്. ആ ഒരു നിലയിൽ തന്നെയാണ് ചികിത്സ പുരോഗമിക്കുന്നതെന്നാണ് പ്രധാനമായും പറയുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി EEG ടെസ്റ്റ് നടത്തിയിരുന്നു. അത് തലച്ചോറിന്റെ പ്രവർത്തനക്ഷമത സംബന്ധിച്ച ഒരു ടെസ്റ്റായിരുന്നു. ആ ടെസ്റ്റിൽ അദ്ദേഹത്തിന് തലച്ചോറിന്റെ പ്രവർത്തനം സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന ഒരു കാര്യം വ്യക്തമായിരുന്നു. അതിനു ശേഷമാണ് ഇത്തരത്തിൽ ഈ ഡയാലിസിസിന്റെ ഒരു കാര്യം പരിശോധിച്ചിരുന്നത്. കാരണം 72 മണിക്കൂർ ഈ ഡയാലിസിസും അതുമായി ബന്ധപ്പെട്ട് ഒരു നിരീക്ഷണവും ആവശ്യമാണ് എന്നാണ് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം കഴിഞ്ഞ ദിവസം വിലയിരുത്തിയിരുന്നത്. അത് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയായിരിക്കും ആ 72 മണിക്കൂർ പൂർത്തിയാകുക. അപ്പോൾ ആ സമയം അത്രയും നിരീക്ഷണം നല്ല രീതിയിൽ തന്നെ നടത്തിക്കൊണ്ട് പോകുന്നതിനാണ് ഡോക്ടർമാർ ശ്രമിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ വിദഗ്ധ സംഘം കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ചു വരുന്നുണ്ട്. എന്തായാലും കൃത്യമായ ഈ നിരീക്ഷണം തുടരുമ്പോഴും വലിയ മാറ്റം ഇല്ല എന്ന് തന്നെയാണ് ആശുപത്രിയിൽ നിന്നും ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിനിലും വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ മകൻ അരുൺകുമാർ അറിയിച്ചത് അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ കഴിഞ്ഞ ദിവസം രാവിലത്തേതിനേക്കാൾ വൈകുന്നേരം മെച്ചപ്പെട്ട സ്ഥിതിയിൽ ആയിട്ടുണ്ട് എന്നതാണ്. ഈ 72 മണിക്കൂർ നിരീക്ഷണം പൂർത്തിയാകുന്നതോടുകൂടി ഇന്ന് അത് സംബന്ധിച്ചൊരു കൃത്യമായ വിവരം ലഭിക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച് കൂടുതൽ പുരോഗതി കൈവന്നിട്ടില്ല എന്നതാണ് ഇപ്പോൾ ഈ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നതിന് ശേഷം പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിലും വ്യക്തമാക്കുന്നു. എന്തായാലും CPM നേതാക്കൾ അദ്ദേഹത്തെ ആശുപത്രിയിലെത്തി കാണുന്നുണ്ടെന്ന്, പ്രത്യേകിച്ച് CPM സംസ്ഥാന സമിതി യോഗം ചേരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ CPM നേതാക്കൾ ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിക്കുന്നുണ്ട്. അല്പസമയം മുൻപ് മുതിർന്ന CPM നേതാവ് G. സുധാകരൻ അദ്ദേഹത്തെ ആശുപത്രി. ശരി, അപ്പോൾ G. സുധാകരൻ അവിടെ എത്തിയിരിക്കുകയാണ്. ചന്തു ചന്ദ്രശേഖരാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. വി.എസിനെ കണ്ടതിന് ശേഷമുള്ള G. സുധാകരന്റെ പ്രതികരണത്തിലേക്കാണ് ഇനി. അദ്ദേഹമായിട്ട് സംസാരിച്ചു. ഡോക്ടേഴ്സ് എല്ലാ നിലയിലും എല്ലാ തരത്തിലും ഡോക്ടേഴ്സ് എല്ലാ കെയറും കൊടുത്ത് അദ്ദേഹം നിലനിർത്തിയിരിക്കുകയാണ്. ചെറിയൊരു ആശ്വാസ റിപ്പോർട്ടെന്നാണ് പറയുന്നത്.